ഇങ്ങനെ എടുക്കാനോ എനിക്കെന്തായാലും കിട്ടുന്നില്ല. കുട്ടികളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അതെ. എന്തുകൊണ്ടാണ് നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയെ ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. അതുകൊണ്ട് ഒക്ടോബർ 2 ഗാന്ധിജി ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നു. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. ഒരു ചെറിയ സംശയം, എന്തിനാണ് ഗാന്ധി ജയന്തിക്ക് നമ്മൾ വീണ്ടും പരിസരം വൃത്തിയാക്കുന്നത്? ഗാന്ധിജി ഒരു വൃത്തിയുള്ള ഇന്ത്യയാണ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ ആശ്രമം അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ വൃത്തിയില്ലായ്മ കണ്ടാലും ദേഷ്യം വരുന്നു. ഗാന്ധിജിക്ക് വീടും പരിസരം വൃത്തിയാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് നമ്മൾ കഴിയില്ല? നിങ്ങൾ ഈ നോട്ടിന്റെ പുറകുവശത്തുള്ള കണ്ണട കണ്ടോ? അതിൽ സ്വച്ഛ് ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ വൃത്തിയെയും പറ്റി ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. എന്താ ഇതിനാണ് കാണുന്നത്? നീ വീട് വൃത്തിയാക്കുന്നു. അത് ശരി, ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് എന്ത് പറ്റി? അതെ അമ്മേ, സാർ ഗാന്ധിജിയെ പറ്റിയും ശുചിത്വത്തെ പറ്റിയും എന്ന ക്ലാസ് എടുത്തിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിക്ക് വീട് വൃത്തിയാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? നല്ല കുട്ടി, സ്വന്തമായി വീടും പരിസരവും വൃത്തിയാക്കുക എന്നത് ഒരു നല്ല കുട്ടിയുടെ ലക്ഷണം തന്നെയാണ്. കഴുകുന്ന വേസ്റ്റ് പച്ച ബിന്നിലും കഴുകാത്ത വേസ്റ്റ് നീല ബിന്നിലും. വരൂ കൂട്ടുകാരെ, നമുക്ക് ഒന്നിച്ച് നിന്ന് നമ്മളുടെ വീടും പരിസരവും സ്വച്ഛമായിരുന്നു.